ഹലോ എവ്രി വൺ. ഇന്ന് ഏപ്രിൽ 19 ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ കവർ ചെയ്യുക. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും വിടാതെ ദിവസം തോറും കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ കറണ്ട് അഫയേഴ്സിനോട് കൂടെ തന്നെ ഞാൻ സ്റ്റാറ്റിക് ജി കെയും കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾക്കത് ഡെയിലി നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NGT ഫോംസ് നാഷണൽ ടാസ്ക് ഫോഴ്സ് ടു കോമ്പാറ്റ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ടിംഗ് ദാറ്റ് അബൌട്ട് 1.5 million people in India die annually due to air pollution, the National Green Tribunal has formed an 8-member NTF to monitor remedial steps to improve the status of air quality. അപ്പോൾ 1.5 million പീപ്പിൾ ഇൻ ഇന്ത്യ ഒരു വർഷത്തിൽ മരിക്കുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു NTF അതായത് നാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തിരിക്കുകയാണ്. 8 മെമ്പർ നാഷണൽ ടാസ്ക് ഫോഴ്സാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എയർ പൊല്യൂഷനെതിരെ ഒരു റെമഡിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. നാഷണൽ Task Force may also monitor enforcement of laid down air quality standards beyond non-attainment cities in other identified air polluted areas where the air quality is poor and above. അപ്പോൾ എവിടെയൊക്കെ പൂർ ആൻഡ് എബവ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഓരോ എൻഫോഴ്സ്മെൻറ്റുകളും അതേപോലെ ഓരോ സ്റ്റാൻഡേർഡ്സൊക്കെ ലേ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തിട്ടുള്ളത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അടുത്ത ന്യൂസ്, ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സസ് ബിഗിൻ 8th എഡിഷൻ ഓഫ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ഖാഞ്ചർ. അപ്പോൾ ഈ എക്സസൈസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ഖാഞ്ചർ എന്നാണ്. ഇത് 8th എഡിഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സസ് ബിഗിൻ 8th എഡിഷൻ ഓഫ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസ് ഖാഞ്ചർ. Special forces of India and Kyrgyzstan began a 2-week military exercise in Bishkek with a focus on counter-terror drills. കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ബിഷ്കേക്കിൽ വെച്ചിട്ട് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The 8th edition of a Special Forces Exercise Khanjar was inaugurated at a facility of a Special Forces Bridge in the National Guards of Kyrgyz Republic. Initiated in 2011. ഇത് തുടങ്ങിയത് 2011 അങ്ങനെ 8th എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. The exercise also focuses on high altitude warfare. In 2015, India and Kyrgyzstan signed an agreement on bolstering defense cooperation. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എഡിഷനിൽ നടന്ന കാര്യങ്ങൾ. അപ്പോൾ കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലും കറൻസിയും പറയാം. കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് ബിഷ്കേക്ക്, കറൻസി സോമാണ്. കിർഗിസ്ഥാൻ ബിഷ്കേക്ക് സോം. അപ്പോൾ കിർഗിസ്ഥാൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ജി കെ ഇപ്പോൾ ഞാൻ കവർ ചെയ്തു. നമുക്കിനി അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. അശോക് ലെയ്ലാൻഡ് സപ്ലൈസ് ഫസ്റ്റ് ലോട്ട് ഓഫ് ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ് ടു ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പോൾ അശോക് ലെയ്ലാൻഡ് ഫസ്റ്റ് ലോട്ട് ഓഫ് ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ് ഇന്ത്യൻ എയർഫോഴ്സിന് നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Ashok Leyland has delivered the first lot of light bulletproof vehicles to Indian Air Force. Light bulletproof vehicle is an adopted version of Lockheed Martin's common vehicle next gen that has been completed, indigenized and developed in India. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. These light bulletproof vehicles offer superior protection and combat capability, making them ideal for military application. അപ്പോൾ ഇത് മിലിറ്ററി ആപ്ലിക്കേഷൻസിന് ഐഡിയലായിട്ട് അതിന് വേണ്ടിയിട്ടാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഇത് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതായത് ബല്ലിസ്റ്റിക് ആൻഡ് ബ്ലാസ്റ്റ് ത്രെഡ്സ്, പൊട്ടിത്തെറിയിൽ നിന്നും ഒക്കെ ബ്ലാസ്റ്റും അതേപോലെ ബല്ലിസ്റ്റിക്കുമായിട്ടുള്ള ത്രെഡ്സിൽ നിന്നും പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് അണ്ടർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഫ്രം ലോക്ഹീഡ് മാർട്ടിൻ ടു അശോക് ലെയ്ലാൻഡ്.
അപ്പോൾ അശോക് ലേലൻഡാണ് സപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ലോട്ട് ഓഫ് ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ് ഇന്ത്യൻ എയർഫോഴ്സിനാണത് സപ്ലൈ ചെയ്തത്. അപ്പോൾ അശോക് ലേലൻഡ് ആർക്കാണ്, ഇന്ത്യൻ എയർഫോഴ്സിനാണോ അതോ നേവിക്കാണോ ആർമിക്കാണോ ആർക്കാണ് ലൈറ്റ് ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ് സപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിനാണ് അത് സപ്ലൈ ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ട് ചെയ്തത് 8 ഒക്ടോബർ 1932 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. പിന്നെ ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് രാകേഷ് കുമാർ സിംഗ് ഭദൗരിയയാണ്. അതേപോലെ എയർ സ്റ്റാഫ് ഉള്ള പോലെ തന്നെ ആർമി സ്റ്റാഫിനും അതേപോലെ നേവൽ സ്റ്റാഫിനും ചീഫ് ഉണ്ട്. അപ്പോൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മനോജ് മുകുന്ദ് നാരാവണയാണ്. അതേപോലെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. അടുത്ത ന്യൂസ്, പീയൂഷ് ഗോയൽ ഇനോഗ്രേറ്റ്സ് ഇ സാന്റ ആൻ ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ഫോർ അക്വാ ഫാർമേഴ്സ്. അപ്പോൾ അക്വാ ഫാർമേഴ്സ് അതായത് ഈ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ഇനോഗ്രേറ്റഡ് ഇ സാന്റ. ഇ സാന്റ is an electronic marketplace providing platform to connect aqua farmers and buyers. The platform is available in many languages which will help the local population. The term e-Santa stands for Electronic Solution for Augmenting NACSA farmers trade in aquaculture. NACSA is an extension arm of Marine Products Export Development Authority. അപ്പോൾ മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ എക്സ്റ്റൻഷൻ ആമാണ് നാക്സ. അപ്പോൾ പീയൂഷ് ഗോയലാണ് ഈ സാന്റ ഇനോഗ്രേറ്റ് ചെയ്തത്. അതൊരു ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ് അക്വാകൾച്ചർ ചെയ്യുന്ന ഫാർമേഴ്സിന് വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. റിനൗണ്ട് ബംഗ്ലാദേശി ആക്ടർ സാറ ബീഗം കബോരി പാസസ് അവേ. അപ്പോൾ റിനൗണ്ട് ബംഗ്ലാദേശി ആക്ടറായ സാറ ബീഗം കബോരി മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷി വാസ് ഹോണേഡ് വിത്ത് ദ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ഹർ റോൾ ഇൻ ദ ഫിലിം സാറേ ബൗ ഇൻ 1978. ഷി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2013. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും കിട്ടി. ഷി വാസ് ഓൾസോ ഫ്രീഡം ഫൈറ്റർ ആൻഡ് എ ഫോർമർ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. കബോരി വാസ് ഫോൺലി നോൺ ആസ് ദ മിഷ്ടി മെയ്, ദ സ്വീറ്റ് ഗേൾ ഓഫ് ബംഗ്ലാദേശ് സിനിമ ഫോർ ഹർ റോൾ ഇൻ ദ ഫിലിംസ്. അപ്പോൾ റിനൗണ്ട് ബംഗ്ലാദേശി ആക്ടറായ സാറ ബീഗം കബോരി മരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബംഗ്ലാദേശ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലാണ് ധാക്ക, കറൻസിയാണ് ടാക്ക. അതേപോലെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദാണ് ബംഗ്ലാദേശിൻ്റെ. അതേപോലെ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയാണ്. അടുത്ത ന്യൂസ് അതും ഒരു ഒബിച്ചറി ന്യൂസാണ്. ഫൗണ്ടർ ഓഫ് അഡോബ് ആൻഡ് ഡെവലപ്പർ ഓഫ് PDF ചാൾസ് ഗെസ്കെ പാസസ് അവേ. അപ്പോൾ അഡോബ് ഫ്ലാഷ് അഡോബ് പ്ലെയർ നമുക്കറിയുന്നതാണ്. അതേപോലെ ഡെവലപ്പർ ഓഫ് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PDF ഫയൽസ്, നമ്മൾ ഫയൽസൊക്കെ PDF ഫോർമാറ്റിലാണ് കുറേ കാണാറ്. അപ്പോൾ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ടെക്നോളജിയാണ്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചാൾസ് ഗെസ്കെ അന്തരിച്ചു. അപ്പോൾ ചാൾസ് ചക്ക് ഗെസ്കെ, ദ കോ ഫൗണ്ടർ ഓഫ് ദ മേജർ software company Adobe Inc., who helped develop a portable document format technology or PDFs, passed away at the age of 81. 81ാമത്തെ വയസ്സിൽ മരിച്ചു. ഏജ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇയാളുടെ പേര് ഓർത്ത് വയ്ക്കുക. ചാൾസ് ഗെസ്കെയാണ് അന്തരിച്ചത്. അഡോബിൻ്റെയും അതുപോലെ PDFസിൻ്റെയും ഡെവലപ്പറായ ഫൗണ്ടർ ഓഫ് അഡോബും അതേപോലെ ഡെവലപ്പർ ഓഫ് PDFസുമായ ചാൾസ് ഗെസ്കെ അന്തരിച്ചു. അടുത്ത ന്യൂസ്, ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യാസ് മീരാബായ് ചാനു ക്രിയേറ്റ്സ് എ ന്യൂ ക്ലീൻ ആൻഡ് ജെർക്ക് വേൾഡ് റെക്കോർഡ് ഇൻ താഷ്കെൻറ്റ്. അപ്പോൾ മീരാബായ് ചാനു പുതിയൊരു റെക്കോർഡ് നേടി. 49 kg കാറ്റഗറിയിലാണ് 119 kg പൊക്കിക്കൊണ്ടാണ്, അതായത് ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ താഷ്കെൻറ്റിൽ വെച്ച് ഈ ഒരു റെക്കോർഡ് നേടിയത്. 26 വയസ്സായ മീരാബായ് ചാനു ബ്രോൺസ് മെഡലാണ് നേടിയത്. അതേപോലെ ഗോൾഡ് മെഡൽ കിട്ടിയത് ഹൗ സിഹുയി ഓഫ് ചൈന. ചൈനയിലത്തെ ഹൗ സിഹുയിനാണ് ഫസ്റ്റ് പ്രൈസ്, അതായത് ഗോൾഡ് മെഡൽ കിട്ടിയത്. ഹു ക്രിയേറ്റഡ് ന്യൂ റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ഇൻ സ്നാച്ച്, പുതിയ വേൾഡ് റെക്കോർഡും നേടി. ഏഷ്യൻ ഗെയിംസ് ഹെൽഡ് വൺസ് ഇൻ 4 years. ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 4 കൊല്ലത്തിലൊരിക്കലാണ്. ആൻഡ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മൾട്ടി സ്പോർട്ട് ഇവൻറ്റ് ആഫ്റ്റർ ഒളിമ്പിക്സ്. അപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ ഏഷ്യൻ ഗെയിംസ് ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻറ്റിൽ വെച്ചാണ് ഈ ഒരു ഇവൻറ്റ് നടന്നത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് താഷ്കെൻറ്റ്, കറൻസി സോമാണ്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഷൗക്കത്ത് മിർസിയോയേവ്. അടുത്ത ന്യൂസ്, നാഷണൽ ക്ലൈമറ്റ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് റിപ്പോർട്ട് ഐഡൻറ്റിഫൈസ് 8 ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആസ് ഹൈലി വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച്.
അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് ഹൈലി വൾണറബിൾ ആയിട്ട് 8 സ്റ്റേറ്റ്സിനെ ഡിക്ലെയർ ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, മിസോറാം, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആസാം, ബീഹാർ, അരുണാചൽ പ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ 8 സ്റ്റേറ്റ്സ് ആണ് ഹൈലി വൾണറബിൾ ടു ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. നാഷണൽ ക്ലൈമറ്റ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് റിപ്പോർട്ട് ടൈറ്റിൽഡ് ക്ലൈമറ്റ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് ഫോർ adaptation planning in India using a common framework was released by the Department of Science and Technology Secretary. It identified Jharkhand, Mizoram, Odisha, Chhattisgarh, Assam, Bihar, Arunachal Pradesh and West Bengal as states highly vulnerable to climate change. അപ്പോൾ അടുത്ത ന്യൂസിലേക്ക് കടക്കാം. ഓസ്കാർ വിന്നിംഗ് ഇറ്റാലിയൻ ഫിലിം മേക്കർ റോബർട്ടോ ബെനിഗ്നി ടു റിസീവ് വെനീസ് ഫിലിം ഫെസ്റ്റിവൽസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. അപ്പോൾ ഓസ്കാറൊക്കെ നേടിയിട്ടുള്ള ഒരു ഫിലിം മേക്കറായ റോബർട്ടോ ബെനിഗ്നിക്ക് വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Oscar winning Italian director actor Roberto Benigni of Life is Beautiful fame has been honored with a Golden Lion for lifetime achievement of a 70th Venice International Film Festival. The decision to honor Benigni, a two-time Oscar winner, അപ്പോൾ 2 പ്രാവശ്യമാണ് ഓസ്കാർ നേടിയിട്ടുള്ളത്, was made by the board of a La Biennale di Venezia. വെനീസ് ഫിലിം ഫെസ്റ്റിവൽ സെപ്റ്റംബർ 1 തൊട്ട് 11 വരെയാണ് നടക്കുക. അപ്പോൾ ഓസ്കാർ ജേതാവായ റോബർട്ടോ ബെനിഗ്നി, 2 തവണ ഓസ്കാർ നേടിയിട്ടുള്ള റോബർട്ടോ ബെനിഗ്നിക്കാണ് വെനീസ് ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇറ്റലിയിലത്തെ ഒരു സിറ്റിയാണ് വെനീസ്. അതേപോലെ ഇറ്റലിയുടെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇറ്റലി ക്യാപിറ്റൽ റോമാണ്, കറൻസി യൂറോ ആണ്. ഇറ്റലി പ്രസിഡൻറ്റ് സെർജിയോ മട്ടറേലയാണ്. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ മാരിയോ ഡ്രാഗിയാണ്. അടുത്ത ന്യൂസ്, RBI അപ്രൂവ്സ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് മുരളി നടരാജൻ ആസ് എ DCB ബാങ്ക് MD ആൻഡ് CEO. അപ്പോൾ DCB ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട് റീ അപ്പോയിൻമെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോയിൻമെൻ്റ് അല്ല, റീ അപ്പോയിൻമെൻറ്റ്. ഇതുവരെയുള്ള ആൾ തന്നെയാണ് മുരളി നടരാജൻ. അദ്ദേഹത്തെ റീ അപ്പോയിൻറ്റ് ചെയ്തു RBI. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ലെൻഡർ DCB ബാങ്ക് ഹാസ് റിസീവ്ഡ് ദ അപ്രൂവൽ ഫ്രം ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദ റീ അപ്പോയിൻമെൻറ്റ് ഓഫ് മുരളി M. നടരാജൻ ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഫോർ എ ഫർദർ പീരീഡ് ഓഫ് 1 year ഫ്രം April 29, 2021. അപ്പോൾ April 29, 2021 മുതൽക്ക് റീ അപ്പോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് മുരളി നടരാജനെ. നടരാജൻ വാസ് അപ്പോയിൻറ്റഡ് ആസ് MD ആൻഡ് CEO ഓഫ് DCB ബാങ്ക് ഇൻ May 2009. 2009 DCB ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയിട്ട് ചാർജ് ഏറ്റെടുത്തത്. ഇപ്പോൾ റീ അപ്പോയിൻറ്റ് ചെയ്തു RBI. പ്രയർ ടു ജോയിനിങ് DCB ജോയിൻ ചെയ്യണതിൻ്റെ മുമ്പ് നടരാജൻ ഹാസ് വർക്ക് വിത്ത് ഫോറിൻ ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആൻഡ് സിറ്റി ബാങ്ക്, അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ DCB ബാങ്കിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. ഫൗണ്ടഡ് 1930 ഹെഡ് ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയാണ്. MD ആൻഡ് CEO മുരളി M. നടരാജനാണ്. ടാഗ് ലൈനാണ് വി വാല്യൂ യു. DCB ബാങ്കിൻ്റെ ടാഗ് ലൈനാണ് വി വാല്യൂ യു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ സ്റ്റാറ്റിക് GKയും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതേപോലെ അതിനോടനുബന്ധപ്പെട്ട സ്റ്റാറ്റിക് GKയും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ. താങ്ക് യു.